അഭിനയിച്ച സിനിമയുടെ പേര് സ്വന്തം പേരിനൊപ്പം ചേർത്ത ഒരു നടിയുണ്ട് കോഴിക്കോട്, കുട്ടിയാടത്തെ വിലാസിനി. കുട്ടിയാടത്തെ സിനിമയ്ക്ക് പിന്നാലെയാണ് കോഴിക്കോട് വിലാസിനി കുട്ടിയാടത്തെ വിലാസിനിയായത്. നാടകങ്ങളും സിനിമയിലും സീരിയലുകളിലും ഒരു കാലത്ത് സജീവമായിരുന്ന വ്യക്തി. എന്നാൽ ഈ കഴിഞ്ഞ ഒരു 5-6 വർഷമായി അവസരങ്ങൾ കിട്ടാത്തതിനാൽ അഭിനയമോഹം മനസ്സിൽ ഒതുക്കി കഴിയുകയാണ്. കോയമ്പത്തൂരിൽ ജനനം, പിന്നീട് നാടകാഭിനയവുമായി തൃശൂരിലും കോഴിക്കോട്ടും. 11ാം വയസ്സിലാണ് നാടകത്തിലേക്ക് കാലെടുത്തു വെച്ചത്. പിന്നീടിങ്ങോട്ട് എണ്ണിയാൽ തീരാത്ത അത്രയും നാടകങ്ങൾ. ചെറിയ വേഷങ്ങളിൽ 5-6 സിനിമകളിൽ മുഖം കാണിച്ചായിരുന്നു തുടക്കം. അപ്രതീക്ഷിതമായാണ് MT വാസുദേവൻ നായരുടെ കുട്ടിയെടുത്തി എന്ന സിനിമയിൽ നായികയായി എത്തിയത്. ആ കാലത്തെപ്പറ്റി പറയുമ്പോൾ കാണാം കണ്ണിൽ നക്ഷത്രത്തിളക്കം. കുട്ടിയെടുത്തി എന്നാണ് അതിൻ്റെ പേര്. അതിൽ എന്താ അങ്ങനെ പല്ല് പൊന്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കിടമ്പ് കാണും, ഇവിടെ ഒരു കിടമ്പുണ്ട്. പിന്നെ കറുത്തട്ടാണ്. ഒരു വിരൂപിയായ ഒരു സ്ത്രീയുടെ വേഷമാണ് എനിക്കിഷ്ടമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഹീറോയിനായിട്ട് സത്യൻ സാറിൻ്റെ കൂടെ അഭിനയിക്കാമെന്ന് വെച്ചാൽ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ സിനിമ വന്നത്. പിന്നീട് ഇങ്ങോട്ട് 160-ലധികം സിനിമകൾ, സീരിയലുകൾ. അമ്മ സംഘടനയുടെ സഹായവും നാടക പെൻഷനും കൊണ്ടുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാമ്പത്തികമായി നീക്കിയിരിപ്പൊന്നുമില്ല. കോഴിക്കോട് മാങ്കാവിനടുത്ത വീട്ടിൽ പ്രതീക്ഷയോടെ കാത്തിരിപ്പുണ്ട് വിലാസിനി. കഴിഞ്ഞ 5 വർഷമായി അവസരങ്ങളൊന്നുമില്ല. എന്തിനിങ്ങനെ തഴയുന്നു എന്ന ചോദ്യമാണ് മനസ്സിൽ. അതേ ഉള്ളൂ മനസ്സിൽ. ഞാൻ CV കാണുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന വേഷങ്ങളായിരിക്കും 50-52 വയസ്സായ പെണ്ണുങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്ന ദൈവമേ, എന്തുകൊണ്ടാണ് ഈ നമ്മളെയൊക്കെ ഈ ആളുകൾ വിളിക്കാത്തത്? ഞാനിങ്ങനെ വെറുതെ മൂലക്കിലിരിക്കുകയാണല്ലോ. പിന്നെ കൂടുതലായിട്ട് ഞാൻ ഫോൺ ചെയ്യുക, അവരെ വിളിച്ച് ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. ലാസ്റ്റ് ചെയ്തത് ഞാൻ നീലക്കുയില സീരിയൽ. സിനിമ എന്ന് പറയാൻ ഒരു ചെറിയ സിനിമ ഇവിടെ ചെയ്തു, അതേ ഉള്ളൂ ചെയ്തത്. ആരാ വിളിക്കാത്തത്, എന്താ വിളിക്കാത്തത്? ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കണ സമയത്ത് ദൈവം എന്താ എന്നുകൊണ്ട് അവർ എന്നെ വിളിക്കാത്തത്? ഞാൻ അത്രയ്ക്ക് അവശതയായോ? എനിക്ക് അഭിനയിക്കാൻ പോയി എനിക്കൊരു സുഖേടുമില്ല. ഞാൻ അഭിനയിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ അസുഖം വയ്യാതെയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. തൻ്റെ പ്രായമുള്ളവർ അഭിനയിച്ചു തകർക്കുമ്പോൾ അത് കാണുമ്പോൾ മനസ്സ് പിന്നോട്ടോടുകയാണ്. ഇപ്പോഴും പഴയ അതേ ഊർജവും ഇഷ്ടവും ആഗ്രഹവും അഭിനയത്തോടുണ്ടെന്നിവർ ആവർത്തിച്ചു പറയുന്നു. മുനീഫ് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.